പടിഞ്ഞാറൻ കാറ്റിന്റെ ഇളം തന്നലിൽ പുളകം കൊള്ളുന്ന പുണ്യനദിയായ പമ്പയുടെ പുണ്യത്തിലെ ശാന്തത കളിയാടുന്ന പ്രശാന്ത സുന്ദരമായ കൊല്ലമുള്ള ഗ്രാമത്തിന്റെ നെറുകയിൽ ഒരു പൊൻതിലകം ചാർത്തുവാൻ ഈ കുടിയേറ്റ മേഖലയുടെ കണ്ണീര് പോവാൻ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തുമുള്ള പിന്നോക്ക അവസ്ഥയെ അതിജീവിക്കുവാൻ മികച്ച ഒരു വിദ്യാലയമാണ് പരിഹാരം എന്ന് ചിന്തിച്ച നമുക്ക് പ്രിയങ്കരനായ ആന്റണി താന്നിക്കലച്ചന്റെ ദീർഘവീക്ഷണമാണ് 1994 ഈ വിദ്യാലയത്തിന്റെ തുടക്കം കുറിച്ചത്. ഏറെ പരിമിതികൾക്കിടയിൽ നട്ടംതിരിഞ്ഞ ഈ വിദ്യാലയത്തിന്റെ ഭാഗത്തെ നിർണയിക്കുന്നതിൽ ക്ലരീഷ്യൻ സഭ വഹിച്ച പങ്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ബാലാരിഷ്ടതകളിൽ തപ്പിത്തടഞ്ഞ ഈ സ്ഥാപനത്തെ ഭാവിയുടെ മിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ചരിത്ര നിയോഗം ഈ നാടിന്റെ ഹൃദയ സ്പന്ദനമറിഞ്ഞ് നിർവഹിക്കുന്നതിൽ സഭാംഗങ്ങൾ ശുഷ്കാന്തി പുലർത്തും. വിദ്യാഭ്യാസത്തെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും സ്പർശിക്കുവാനും ചലനാത്മകമാക്കുവാനുമുള്ള യത്നം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു CBSE വിദ്യാലയത്തിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കാനും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഭാവിയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് ദിശാബോധം നൽകാൻ കഴിയുക എന്ന ലക്ഷ്യം സാധിക്കുന്നതിൽ ഈ വിദ്യാലയത്തിന് ഏറെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ശാന്തവും പരിസ്ഥിതി സൗഹൃദവുമായ സ്കൂൾ കാമ്പസ്, വിശാലമായ ക്ലാസ് മുറികൾ, മികച്ച നിലയിൽ സജ്ജമാക്കിയ കളിസ്ഥലങ്ങൾ, മികച്ച സൗകര്യങ്ങളോട് കൂടിയ സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, വിവര സാങ്കേതിക വിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് മുറികൾ, ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം
നൈപുണ്യം വളർത്താൻ ലാംഗ്വേജ് ലാബ്, പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പിൻവരാന്ത, അച്ചടക്കത്തിൽ സ്വയം അവബോധമുള്ളവരാക്കാൻ സഹായിക്കുന്ന CC ക്യാമറ സംവിധാനം, നൂറുകണക്കിന് റഫറൻസ് ഗ്രന്ഥങ്ങളോട് കൂടിയ ലൈബ്രറി, കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് മാത്രമായുള്ള കമ്പ്യൂട്ടർ ലാബ്, യോഗ, കുങ് ഫു പരിശീലനം, ഡാൻസ്, സംഗീത പരിശീലനം, വർഷം തോറും വ്യക്തിത്വ വികാസത്തിനും ആധ്യാത്മിക വളർച്ചയ്ക്കും ഉതകുന്ന പ്രത്യേക പരിപാടികൾ, രക്ഷകർത്താക്കന്മാർക്കും അധ്യാപകർക്കും നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ, വ്യത്യസ്ത ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലുള്ള പഠനയാത്രകൾ, വിനോദയാത്രകൾ, കലാപ്രദർശനം, വർണ്ണക്കൊയ്ത്ത് ചിത്രരചനാ മത്സരം, ദേശീയ ദിനാഘോഷങ്ങൾ എന്നിവയെല്ലാം സമയോചിതമായി സംഘടിപ്പിക്കുവാനും ഈ വിദ്യാലയം ശ്രദ്ധ ചെലുത്തുന്നു. മാലിന്യ വിമുക്ത സ്കൂൾ കാമ്പസ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുവാൻ മലയാള മനോരമ തുടക്കം കുറിച്ച പ്രോഗ്രാമിൽ ഈ വിദ്യാലയം ഒരു സീറോ വേസ്റ്റ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആയിരത്തി 1999-2000 അധ്യയന വർഷം ആദ്യത്തെ ബാച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഈ വിദ്യാലയം പബ്ലിക് പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം തുടരുന്നു. 2004 ജൂനിയർ കോളേജ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം 12ാം ക്ലാസ് 10ാമത് ബാച്ചും 10ാം ക്ലാസ് 15ാമത് ബാച്ചും പരീക്ഷ എഴുതുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ബാച്ച് സമ്പൂർണ്ണ വിജയം നേടി എന്നതിലുപരി സ്കൂളിന്റെ നാൾ വഴിയിൽ കോറിയിട്ട ചില നേട്ടങ്ങളും കൈവരിച്ചു. കഴിഞ്ഞ 12ാം ക്ലാസ്സിലെ 2 കുട്ടികൾ ജീവശാസ്ത്രത്തിന് 100ൽ 100 മാർക്ക് നേടി സ്കൂളിന്റെ അഭിമാനം ഉയർത്തി. ടീമ മാത്യു, ജസ്വിൻ മറിയം സക്കറിയ എന്ന 2 വിദ്യാർത്ഥിനികൾ എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് നേടുകയും ചെയ്തു. ഇവരുടെ മികവിനെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം ഇവരെ 2014 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത് സ്കൂളിന് ലഭിച്ച അപൂർവ ബഹുമതിയായി ഞങ്ങൾ കരുതുന്നു. ഇതിനോടകം 328 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ നിന്ന് 12ാം ക്ലാസ് പൂർത്തിയാക്കി. ഇവരിൽ 15 കുട്ടികൾ MBBS,
20 കുട്ടികൾ BDS, 6 കുട്ടികൾ ഫാം ഡി, 5 കുട്ടികൾ BPharm, 48 കുട്ടികൾ നഴ്സിംഗ്, 160 കുട്ടികൾ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠിക്കുകയോ പഠനം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ഈ വിദ്യാലയത്തിന് നിരവധി സന്താനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് എന്ന കാര്യം അഭിമാനപൂർവം ഞങ്ങൾ സ്മരിക്കുന്നു.